ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് റഷ്യയുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ്. ഇന്ത്യ അതിന് മറുപടി നൽകി. റഷ്യയുടെ മണ്ണിൽ വെച്ച് തന്നെ ട്രംപിനെ ശക്തമായി വിമർശിച്ചു. സംഗതികളുടെ തുടക്കം ഇങ്ങനെയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തി. 2ാം ദിനം അദ്ദേഹം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ചർച്ച നടത്തി. ഈ സന്ദർശനം തന്നെ ഒരു വലിയ സന്ദേശമായിരുന്നു. ട്രംപിൻ്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ലെന്ന സന്ദേശം. ജയശങ്കർ ഇന്ത്യ റഷ്യ ബന്ധത്തെ വാനോളം പുകഴ്ത്തി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും ഉറച്ച ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത്. ഭൂരാഷ്ട്രീയ ഐക്യം, നേതാക്കളുടെ സമ്പർക്കം, ജനങ്ങളുടെ പിന്തുണ ഇവയാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാന ശക്തി, അദ്ദേഹം പറഞ്ഞു. മോസ്കോയിലെ ജയശങ്കറിൻ്റെ ദിനങ്ങൾ തിരക്കേറിയതായിരുന്നു. റഷ്യൻ സംഘങ്ങളുമായി സംവദിച്ചു. ഉഭയകക്ഷി കമ്മീഷനിൽ സഹനേതൃത്വം വഹിച്ചു. റഷ്യൻ വ്യവസായികളോട് സംസാരിച്ചു. ലാവ്റോവുമായി ചർച്ചകൾ നടത്തി. ഈ സന്ദർശനം പ്രതീകാത്മകവും ഫലപ്രദവുമായിരുന്നു. എന്താണ് ഈ യാത്രയുടെ ഫലങ്ങൾ? ഇതാ 5 പ്രധാന നേട്ടങ്ങൾ ഇവയാണ്. അമേരിക്കയ്ക്കുള്ള ഒരു ശക്തമായ മറുപടി. ട്രംപിൻ്റെ 50% തീരുവയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ജയശങ്കർ പേര് പറയാതെ തന്നെ തിരിച്ചടിച്ചു. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ കസ്റ്റമർ ഞങ്ങളല്ല, അത് ചൈനയാണ്. റഷ്യൻ വാതകം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഞങ്ങളല്ല, ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനാണ്. 2022 ശേഷം റഷ്യയുമായി വ്യാപാരം കുതിച്ചുയർന്ന രാജ്യവും ഞങ്ങളല്ല. അമേരിക്ക തന്നെയാണ് ലോക എണ്ണ വിപണി സ്ഥിരപ്പെടുത്താൻ റഷ്യൻ എണ്ണ വാങ്ങാൻ ഞങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, അത് വർദ്ധിച്ചു വരികയുമാണ്, അദ്ദേഹം പറഞ്ഞു. ട്രംപിൻ്റെ വൈരുദ്ധ്യമാണ് ജയശങ്കർ തുറന്നു കാട്ടിയത്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രണ്ടാമത്തേത്, എണ്ണ വാതക ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ട്രംപ് ഇന്ത്യയോട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ത്യ പിന്മാറിയില്ല. പകരം റഷ്യയുമായി എണ്ണവാതക പദ്ധതികൾ ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു. സംയുക്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ട്രംപിൻ്റെ ഭീഷണി പാളി. ഇന്ത്യ മുന്നോട്ട് തന്നെ പോവുകയാണ്. മൂന്നാമത്തേത്, വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ. 2021 $13 ബില്യൺ ഇന്ത്യ റഷ്യ വ്യാപാരം. 2024 അത് $68 ബില്യൺ വളർന്നു. പക്ഷേ ഇതിലേറെയും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയാണ്. ഇത് $59 ബില്യൺ വ്യാപാര കമ്മി സൃഷ്ടിച്ചു. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കണമെന്ന് ജയശങ്കർ ആവശ്യപ്പെട്ടു. ട്രംപിനെ പോലെ തീരുവ ഭീഷണികൾ ഉയർത്താതെ ഇന്ത്യ റഷ്യയോട് ഇന്ത്യൻ വസ്ത്രങ്ങളും മരുന്നുകളും വാങ്ങാൻ അഭ്യർത്ഥിച്ചു. ഇത് കമ്മി കുറയ്ക്കുകയും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നഷ്ടം റഷ്യയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. റഷ്യൻ പ്രതിനിധി ഈ ആശയത്തെ സ്വാഗതം ചെയ്തു. നാലാമത്തേത്, സൈനിക ബന്ധം തുടരുന്നു. റഷ്യയിൽ നിന്നുള്ള ആയുധ വിതരണത്തിൽ കാലതാമസവും പാശ്ചാത്യ സമ്മർദ്ദവും ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ റഷ്യ സൈനിക ബന്ധം ശക്തമായി തുടരും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ റഷ്യ പിന്തുണയ്ക്കുന്നു. സംയുക്ത ഉൽപ്പാദനവും സാങ്കേതിക കൈമാറ്റവും ഉറപ്പാക്കുകയും ചെയ്തു. അഞ്ചാമത്തേത്, പുതിയ വ്യാപാര പാതകൾ. ജയശങ്കർ 2 നിർണായക പാതകൾ മുന്നോട്ട് വച്ചു. ഒന്ന്, ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇറാനിലേക്ക്, അറേബ്യൻ കടൽ വഴിയുള്ള ഒരു കടൽ പാത. സൂയസ് കനാലിന് ബദലായി മറ്റൊന്ന്. രണ്ടാമത്, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കോറിഡോർ, ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ റഷ്യയുടെ ഫാർ ഈസ്റ്റുമായി ബന്ധിപ്പിക്കുന്നു. ഇവ രണ്ടും ഇപ്പോൾ ആസൂത്രണ ഘട്ടത്തിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധവും ട്രംപുമായുള്ള ഉരസലും കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതികൾ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ യാത്ര ഒരു സാധാരണ ഡിപ്ലോമാറ്റിക് സന്ദർശനമല്ല. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനമാണ്. ഒരു പങ്കാളിയെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യ ഓപ്ഷനുകളുമായി മുന്നോട്ട് പോകുന്നു. റഷ്യയുമായും അമേരിക്കയുമായും ബന്ധം നിലനിർത്തി ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ.